അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമുൽ അത്തമ്മാനിൽ അക്മലാനി അൽ ഹബീബി അൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. പ്രിയമുള്ള ഹാജിമാരെ, നമ്മൾ അവസാനമായി സംസാരിച്ചത് അറഫയിൽ നിൽക്കലാണ്. അറഫയിൽ നിൽക്കുവാനുള്ള അവസാന സമയം ഏതുവരെയാണ് എന്നൊക്കെയാണ്. ഹജ്ജിൻ്റെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് അറഫയിൽ നിൽക്കുക. വലിയ മഹത്വമുള്ള, പ്രാധാന്യമുള്ള, ശ്രേഷ്ഠതയുള്ള, പുണ്യമുള്ള സമയമാണ് എന്നും നമ്മൾ സൂചിപ്പിച്ചു. ആ വിഷയമായി വന്ന ഒരു ഹദീസ് കൂടെ ഉണർത്തൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅമ്മ വുഖൂഫുക അശിയ്യത അറഫ ഫഇന്നല്ലാഹ യഹ്ബിതു ഇലസ്സമാഇ ദുനിയ ഫയുബാഹി ബിഹിമുൽ മലായിക. അറഫയുടെ ദിവസം അവസാന സമയമാകുമ്പോൾ അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരികയും എന്നിട്ട് അവൻ്റെ മുഖറബീങ്ങളായ മലക്കുകളോട് അഭിമാനം പറയും, ഇബാദി ജാഊനി ശുഅ്സൻ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അതിവിദൂരതയിൽ നിന്നും എൻ്റെ അടിമകൾ മുടിയെല്ലാം ജടകുത്തി ശരീരമെല്ലാം പൊടിപിടിച്ച അവസ്ഥയിൽ വന്നിരിക്കുന്നു. യർജൂന റഹ്മത്തി, അവരാഗ്രഹിക്കുന്നത് എൻ്റെ കാരുണ്യമാണ്. ഫലൗ കാനത് ദുനൂബുക്കും കഅദദി റംലി, മണലുകളുടെ തരി പോലെ, മണലുകളെപ്പോലെ പാപങ്ങൾ പേറിയവരാണെങ്കിലും, ഔഖഖത്തരിൽ മത്വരി, ഒരു മഴ പെയ്യുമ്പോൾ എത്ര വെള്ളത്തുള്ളികളുണ്ടാവും അത്രത്തോളം പാപങ്ങൾ ചെയ്തവരായിരുന്നാലും, ഔ കസബത്തിൽ ബഹരി, കടലിലെ നുരയോളമായിരുന്നാലും ശരി, ലഗഫർത്തുഹ, അതെല്ലാം ഞാൻ അടിമകൾക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. ഇതാ പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി നിങ്ങൾ അറഫയിൽ നിന്ന് ഒഴുകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന അതിശ്രേഷ്ഠമായ ദിനത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. അറഫയിൽ നിൽക്കുവാനുള്ള ഏറ്റവും അവസാന സമയം സൂചിപ്പിച്ചു. അറഫയിൽ ദുൽഹജ്ജ് 9 ഉച്ചതിരിഞ്ഞത് മുതൽ നിൽക്കുന്നു. സൂര്യാസ്തമനം വരെയാണ് നിൽക്കേണ്ടത്. ഇനി എന്തെങ്കിലും കാരണത്താൽ ഒരാൾക്ക് ആ ഒരു സമയത്ത് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ രാത്രിയായി പിറ്റേന്ന് സുബ്ഹി വരെയുള്ള സമയത്തിനുള്ളിൽ ഒരാൾക്ക് അറഫയിൽ നിൽക്കാൻ സാധിച്ചാൽ അൽഹംദുലില്ലാ, അവൻ്റെ ഹജ്ജ് അവന് ലഭിച്ചിരിക്കുന്നു. ഇത് നഷ്ടപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അറഫയിൽ നിൽക്കുക എന്ന ഹജ്ജിൻ്റെ റുക്കിന് ഒരാൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സുബ്ഹി കഴിഞ്ഞതിന് ശേഷമാണ് ഒരാൾ വന്നത്. സുബ്ഹി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അറഫയിൽ നിന്നു, അത് കഴിഞ്ഞ് മുസ്ദലിഫയിൽ രാപ്പാർക്കുന്നു. ആ മുസ്ദലിഫയിൽ രാപ്പാർത്ത് സുബ്ഹിയായല്ലോ. ആ സുബ്ഹി കഴിഞ്ഞിട്ടും ഒരാൾക്ക് അറഫയിൽ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, ഒരു പക്ഷേ വഴിതെറ്റിപ്പോയ ആളുകൾ, അറിവില്ലാത്ത ആളുകൾ, രോഗികൾ, പ്രയാസമുള്ള ആളുകൾ പലരും ഉണ്ടാവുമല്ലോ. ലക്ഷോപലക്ഷം ആളുകൾ ഉണ്ടാകുമ്പോൾ പലർക്കും പല പ്രയാസങ്ങളുമുണ്ടാകും. അവരെന്താണ് ചെയ്യേണ്ടത്? ആ വിഷയമായി മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചില ഫത്വകൾ കാണുവാൻ സാധിക്കും. അറഫയിൽ നിൽക്കുക ഹജ്ജിൻ്റെ റുക്കിനാണ്. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു. മഹാനായ അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അദ്ദേഹത്തിന് അറഫയിലെത്തുവാൻ സാധിച്ചില്ല. അങ്ങനെയാണ് എങ്കിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിന് നൽകിയ മറുപടി, فإنه قدم على عمر بن الخطاب يوم النحر فذكر ذلك له. തനിക്ക് അറഫയിൽ എത്തിപ്പെടാൻ സാധിച്ചില്ല. പിറ്റേന്ന് ബലിപെരുന്നാളിൻ്റെ അന്നാണ് അവിടെ എത്തിയത്.
ഈ കാര്യം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇസ്നഅ കമാ യസ്നഉൽ മുഅ്തമിർ, ഒരു ഉംറ ചെയ്യുന്ന ആൾ ചെയ്യുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഇനിയുള്ളത് ഉംറയാക്കുക. ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞില്ല, ഉംറയാക്കുക, എന്നിട്ട് തഹല്ലുലാകുക, അടുത്ത വർഷം ഈ ഹജ്ജ് പൂർത്തിയാക്കുക, കഴിയുമെങ്കിൽ ഒരു ആടിനെ ബലിയറുക്കുകയും ചെയ്യുക എന്നാണ്. ഇതിന് സമാനമായി ഹബ്ബാർ ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹവും ബലിപെരുന്നാൾ ദിവസമാണ് അറഫയിലെത്തിയത്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ്, നീ മക്കയിൽ പോയി തവാഫ് ചെയ്യുക, അഥവാ ഉംറ ചെയ്യുക, എന്നിട്ട് ഒരു ഉരുവിനെ അറുക്കുക, തലമുണ്ടനം ചെയ്യുക, മടങ്ങിപ്പോവുക, അടുത്ത വർഷം ഒരു ഹജ്ജ് കൂടെ ചെയ്യുക എന്നാണ്. ഇഹ്റാമിൽ പ്രവേശിക്കുന്ന വേളയിൽ ആരെങ്കിലും ഷർത്ത് വെച്ചിരുന്നുവെങ്കിൽ, എനിക്ക് വല്ല തടസ്സവും നേരിട്ട് കഴിഞ്ഞാൽ ഞാൻ എവിടെയാണോ തടസ്സം നേരിട്ടത് അവിടെ വെച്ച് ഞാൻ എൻ്റെ ഈ കർമ്മം അവസാനിപ്പിക്കും എന്ന നിബന്ധന വെച്ചവനാണെങ്കിൽ, ഫൈൻ ഹബസനി ഹാബിസുൻ ഫമഹല്ലി ഹൈസു ഹബസ്തനി എന്ന് പറഞ്ഞ് തടസ്സം നേരിട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അവിടെ നിന്ന് പൂർത്തിയാക്കുക, ഒരു ഉംറ ചെയ്യുകയാണ് ഏറ്റവും നല്ലത് എന്നാണ് ആ വിഷയമായി പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ലക്ഷോപലക്ഷം ആളുകൾ സൂര്യാസ്തമന ശേഷം അറഫയിൽ നിന്ന് ഇനി മുസ്ദലിഫയിലേക്ക് പോവുകയാണ്. രാത്രിയായി, ഇരുട്ടായി, തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. അവരിൽ പണക്കാരനാരാണ്, സാധു ആരാണ്, രാജാവ് ആരാണ് എന്നൊന്നും അറിയാൻ കഴിയാത്ത രൂപത്തിൽ ആളുകളൊക്കെ ഏകോദര സഹോദരന്മാരെപ്പോലെ ആദമിൻ്റെയും ഹവ്വയുടെയും മക്കൾ നീതിയുടെയും സമത്വത്തിൻ്റെയും നിറകുടമായി മുസ്ദലിഫയിലേക്ക് ഒഴുകുകയാണ്. ആ മുസ്ദലിഫയിലുള്ള നൃത്തം തന്നെ അതീവ ശ്രേഷ്ഠതയുള്ളതാണ്. അറഫയിലും മുസ്ദലിഫയിലും നിൽക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിരിക്കുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, സൂര്യൻ അസ്തമിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിന്നും മുസ്ദലിഫയിലേക്ക് നീങ്ങി. മുസ്ദലിഫ എന്ന് പറഞ്ഞാൽ മക്കയുടെ ഭാഗത്തേക്ക്. റസൂലുള്ള പറഞ്ഞു ബിലാലിനോട്, ബിലാൽ അൻസുത്തിന്നാസ്, ജനങ്ങളോട് നിശബ്ദരാകുവാൻ പറയുക. അങ്ങനെ ബിലാൽ പ്രഖ്യാപിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി നിങ്ങൾ നിശബ്ദരാകുക. ജനങ്ങളെല്ലാം നിശബ്ദരായി. റസൂലുള്ള പറഞ്ഞു, മഅ്ശറന്നാസ് അതാനി ജിബ്രീലു ആനിഫ, ജനങ്ങളെ, തൊട്ട് മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അടുക്കൽ വന്നു, റബ്ബിൻ്റെ സലാം എനിക്ക് ഓതി, എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ ഗാഫറ ലി അഹ്ലി അറഫാത വഅഹ്ൽ മശ്അർ, അറഫയിൽ ഒരുമിച്ച് കൂടിയ ആളുകൾക്കും മശ്അറുൽ ഹറാമിൽ അഥവാ മുസ്ദലിഫയിൽ ഒരുമിച്ച് കൂടിയ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത എന്നെ അറിയിച്ചിരിക്കുന്നു എന്നാണ്. ഇത് കേട്ടപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് ഹാദ ലനാ ഖാസ, അല്ലാഹുവിൻ്റെ റസൂലേ, ഇതാ നിങ്ങളുടെ കൂടെ ഈ വർഷം ഒരുമിച്ച് കൂടിയ ആളുകൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണോ ഇത്? റസൂലുള്ളാഹി പറഞ്ഞു, ഹാദ ലക്കും വലിമൻ അതാ മിൻ ബഅദിക്കും ഇലാ യൗമിൽ ഖിയാമ, നമുക്ക് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ ഹജ്ജ് ചെയ്യുന്ന, അറഫയിൽ ഒരുമിച്ച് കൂടുന്ന, മുസ്ദലിഫയിലും മശ്അറുൽ ഹറാമിലുമൊക്കെ ഒരുമിച്ച് കൂടുന്ന ആളുകൾക്കുള്ള സന്തോഷ വാർത്തയാകുന്നു. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കസുറ ഖൈറുല്ലാഹി വത്താബ്, അള്ളാഹുവിൻ്റെ ഖൈർ അധികരിച്ചിരിക്കുന്നു, ഹൃദ്യമായിരിക്കുന്നു എന്നാണ്. അങ്ങനെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാവുന്ന മുസ്ദലിഫയിൽ രാപ്പാർക്കുക എന്ന ഹജ്ജിൻ്റെ വാജിബാത്തിലേക്കാണ് ഇനി നമുക്ക് നീങ്ങാനുള്ളത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മഗ്രിബിൻ്റെ സമയമായി കഴിഞ്ഞ ശേഷമാണ് അറഫയിൽ നിന്നും നമ്മൾ പോകുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുക, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് ഇഷ്ടപ്പെടുക, നമ്മുടെ ബുദ്ധിക്ക് റസൂലിൻ്റെ അഭിപ്രായത്തേക്കാൾ മുൻഗണന നൽകാതിരിക്കുക എന്നതൊക്കെ വേണം. അവിടെ നമ്മൾ മഗ്രിബ് നമസ്കരിക്കേണ്ടത് അറഫയിൽ വെച്ചല്ല, മുസ്ദലിഫിലേക്കുള്ള വഴിയിൽ വെച്ചല്ല. അർദ്ധരാത്രിയാകുന്നതിന് മുമ്പ് ഒരാൾ മുസ്ദലിഫയിൽ എത്തിപ്പെടാൻ സാധിക്കുമെങ്കിൽ മുസ്ദലിഫയിൽ എത്തിയ ശേഷമാണ് മഗ്രിബ്
3 റക്അത്തും ഇശ 2 റക്അത്ത് ഖസ്റുമായി നമസ്കരിക്കേണ്ടത്. നമ്മൾ ബേജാറാകണ്ട. അവ്വൽ വക്തിൽ നമസ്കരിക്കലാണല്ലോ ഖൈർ, അതുകൊണ്ട് നമുക്ക് അറഫയിൽ നിന്ന് തന്നെ നമസ്കരിക്കാം, വഴിയിൽ വെച്ച് നമസ്കരിക്കാം എന്നല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണ് ചെയ്ത് കാണിച്ചു തന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഉസാമ പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഹനത്തിൻ്റെ പിന്നിൽ സഞ്ചരിക്കുകയാണ് അറഫയിൽ നിന്നും. അങ്ങനെ ഒരു താഴ്വരയിലെത്തിയപ്പോൾ അത് മുസ്ദലിഫയിലേക്ക് എത്തിയിട്ടില്ല. അതിന് തൊട്ട് മുമ്പുള്ള ഒരു താഴ്വരയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിൽ നിന്നും ഇറങ്ങി മൂത്രമൊഴിച്ചു. ഞാൻ പ്രവാചകന് ഉളു കൊടുക്കുവാൻ വെള്ളവുമായി വന്നു. ഒരു ലഘുവായ രൂപത്തിൽ ഉളു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അസ്സലാത്ത് യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, മഗ്‌രിബ് നമസ്കാരത്തിന് സമയമായിരിക്കുന്നുവല്ലോ. എന്താ റസൂൽ പറഞ്ഞു, അസ്സലാത്തു അമാമക്, ഇവിടെ അല്ല, കുറച്ച് മുന്നോട്ട് പോകട്ടെ, അഥവാ മുസ്ദലിഫയിൽ എത്തട്ടെ. വീണ്ടും റസൂലുള്ള വാഹനത്തിൽ പുറത്ത് കയറി മുസ്ദലിഫയിലെത്തി. അങ്ങനെ അവിടെ എത്തിയ ശേഷമാണ് മഗ്‌രിബ് 3-ഉം ഇശ 2-ഉമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചത്. ആ വിഷയത്തിൽ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും നിവേദനം ചെയ്യുന്ന ഒട്ടനവധി ഹദീസുകൾ കാണുവാൻ സാധിക്കും. അതാണ് സുന്നത്തെടുക്കൽ, അതാണ് പ്രവാചകനെ സ്നേഹിക്കൽ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അർദ്ധരാത്രി വരെയാണല്ലോ ഇശായിൻ്റെ അവസാന സമയം, ശ്രേഷ്ഠമായ സമയം. ഇനി ഒരാൾ അത് കഴിഞ്ഞ ശേഷമാണ് എത്തുന്നുവെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ സമയം നഷ്ടമാകുന്നതിന് മുമ്പ് തന്നെ നമസ്കരിക്കുക. എങ്ങനെ അർദ്ധരാത്രി മനസ്സിലാക്കുക? മഗ്‌രിബിൻ്റെ സമയവും പിറ്റേ ദിവസമുള്ള സുബ്ഹിയുടെ സമയവും തമ്മിൽ കൂട്ടി നോക്കി എത്ര മണിക്കൂറുണ്ട് എങ്കിൽ അതിൻ്റെ പകുതി, അതാണ് അർദ്ധരാത്രി എന്ന് പറയുന്നത്. അതുവരെ അത് ഹജ്ജിൻ്റെ വേളയിലാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും ഇശായിൻ്റെ അവസാന സമയമാണ്. ഇനി അതിനും ഗത്യന്തരമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മാത്രമേ തുടർന്നുള്ള സുബ്ഹി വരെയുള്ള സമയം ഇശായിൻ്റെ സമയം ആണ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അർദ്ധരാത്രിക്ക് മുമ്പ് എത്തുമെങ്കിൽ നടന്നായിരിക്കാം, ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് ട്രെയിനിലായിരിക്കാം, ബസ്സിലായിരിക്കാം, നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഉളു എടുത്ത് കഴിയുമെങ്കിൽ ഒക്കെ ഓരോ അമീറിൻ്റെ കീഴിലായിരിക്കുമല്ലോ, ജമാഅത്തായി നമസ്കരിക്കുക. അവിടെയൊക്കെ ശ്രദ്ധിക്കണം. മുസ്ദലിഫയിൽ അവിടെ ബാത്റൂമുകളുണ്ടാകും, ഉളു എടുക്കാൻ സൗകര്യങ്ങളുണ്ടാകും. അവിടെയൊക്കെ മറ്റുള്ള ആളുകളെ പരിഗണിക്കുകയും ക്ഷമയും സഹനവും വിനയവും നമ്മൾ കൂടപ്പിറപ്പാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഹജ്ജ് എന്ന് പറയുമ്പോൾ കുറേ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. അതിലൊന്നാണ് അൽ ഈസാർ, തന്നേക്കാൾ മറ്റുള്ള ആളുകൾക്ക് മുൻഗണന നൽകുക, സ്വന്തം കാര്യം സിന്ദാബാദ് എന്നതിലേക്ക് എത്താതിരിക്കുക എന്നതൊക്കെ അവിടെ പ്രത്യേകം മുസ്ദലിഫയിലൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. അത് കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ എന്താ പണി? പിന്നീട് ദുൽഹജ്ജ് 10 പിറ്റേ ദിവസം പെരുന്നാളാകാൻ പോവാണ്. കുറേ കർമ്മപരിപാടികളൊന്നും ചെയ്യാണ്ട്, അതുകൊണ്ട് മുസ്ദലിഫയിൽ നമ്മൾ അവിടെ ഉറങ്ങുകയാണ് ചെയ്യേണ്ടത്, രാപ്പാർക്കുക. മിനായിൽ ടെൻറ്റുകളുണ്ട്. അറഫയിൽ ഒരു പക്ഷേ ഓരോ വഫ്ദുകൾക്കും പ്രത്യേകമായ താൽക്കാലിക ടെൻ്റ് ഉണ്ടാവും. എന്നാൽ മുസ്ദലിഫയിൽ, അറഫയിൽ താൽക്കാലിക ടെൻ്റ് ഉണ്ടാവും, മുസ്ദലിഫയിൽ ഇതൊന്നുമില്ല. നമ്മൾ കൊണ്ടുപോയ ഒരു വിരിപ്പോ ഒരു തുണിയോ നിലത്ത് വിരിച്ച് അവിടെ കിടക്കുകയാണ്. ഹജ്ജിന് വരുന്ന ആളുകളൊക്കെ പൊതുവേ സാമ്പത്തിക ശേഷിയുള്ളവരാണ്. ഈ കാലഘട്ടങ്ങളിലൊക്കെ 4-5 ലക്ഷമൊക്കെ കൊടുത്തുകൊണ്ടാണ് ആളുകൾ ഹജ്ജിന് പോകുന്നത്. അങ്ങനെ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ, അവരുടെ കൂട്ടത്തിൽ വലിയ പണക്കാരുണ്ട്, നമ്മളറിയാത്ത ഭാഷ സംസാരിക്കുന്ന, നമ്മളറിയാത്ത നാട്ടിൽ നിന്ന് വന്ന നമ്മളെക്കാൾ വലിയ പണക്കാരുണ്ട്. എല്ലാവരും ആദമിൻ്റെയും ഹവ്വയുടെയും മക്കളായി മുകളിലാകാശം ഈ മരുഭൂമിയിൽ എല്ലാവരും കിടന്നുറങ്ങിയാണ്. അവിടെ പ്രത്യേകിച്ച് ഇബാദത്തുകൾ ചെയ്യുവാനൊന്നുമില്ല, ആ ഒരു ഉറക്കം തന്നെയാണ് ചെയ്യേണ്ടത്. ഇൽത്തജഹത്ത തലഅൽ ഫജ്ർ, ഫജ്ർ ആകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കിടന്നുറങ്ങി എന്നാണ്. എന്നാൽ ചില ആളുകൾക്ക് അർദ്ധരാത്രിയായി കഴിഞ്ഞാൽ പിന്നീട് മിനായിലേക്ക് പോകുവാനുള്ള അനുവാദമുണ്ട്. ആരൊക്കെയാണ്? ശാരീരിക ശേഷിയില്ലാത്ത ആളുകൾ, സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധന്മാർ, അങ്ങനെയുള്ള ആളുകൾക്ക് അർദ്ധരാത്രിയായി കഴിഞ്ഞാൽ പിന്നീട് അവർ സ്വാഭാവികമായും അറഫയിൽ നിന്ന് മുസ്ദലിഫയിൽ അല്പസമയം വിശ്രമിച്ചിട്ടുണ്ടാകും, അല്പസമയം ഉറങ്ങിയിട്ടുണ്ടാകും. അങ്ങനെ രാത്രിക്ക് ശേഷം ഈ ആളുകൾക്ക് മിനായിലേക്ക്, ദുൽഹജ്ജ് 10 ആകാൻ പോവാണ്,
അവർക്ക് പോകാവുന്നതാണ് എന്നാണ്. അസ്മ റളിയല്ലാഹു അൻഹ അവർ മുസ്ദലിഫയിൽ നിന്നും അർദ്ധരാത്രി പോകാൻ വേണ്ടി തൻ്റെ മൗലയോട് ചോദിക്കുന്നു, യാ ബനി ഹൽ ഗാബൽ ഖമർ, ചന്ദ്രൻ അസ്തമിച്ചോ? ചന്ദ്രൻ അസ്തമിച്ച് കഴിഞ്ഞിട്ട് പോകാം എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, എങ്കിൽ ഫർത്തഹലു, നമുക്ക് പോകാം, മിനായിലേക്ക് പോകാം. ഫർത്തഹൽന, അങ്ങനെ മുസ്ദലിഫയിൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടു. ജംറത്തുൽ അഖബയിലെത്തി. അറഫ കഴിഞ്ഞു, മുസ്ദലിഫയിൽ ആപ്പാർക്കുന്നു, മിന, മക്ക. അങ്ങനെ മിനായിൽ 3 ജംറകൾ എറിയേണ്ട സ്ഥലമുണ്ട്. മുസ്ദലിഫയിൽ നിന്ന് വരുമ്പോൾ ആദ്യം കാണുന്ന സ്ഥലം അത് ജംറത്തു സുഗ്റയാണ്, അന്ന് അവിടെ എറിയാൻ പാടില്ല. രണ്ടാമത് കാണുന്ന ജംറത്തുൽ വുസ്ത, അവിടെയും എറിയാൻ പാടില്ല. അവസാനം കാണുന്ന ജംറത്തുൽ അഖബ, പിന്നീട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മക്കയാണ്, അവിടെയാണ് എറിയേണ്ടത്. അവരവിടെ കല്ലെറിഞ്ഞു. സുമ്മ റജഅത് ഫസല്ല സുബ്ഹ്, ശേഷം അവർ മടങ്ങി വന്നു. അവരെവിടെയാണോ മിനായിൽ താമസിക്കുന്നത് അവിടെ വെച്ച് മഹദി സുബ്ഹി നമസ്കരിച്ചു എന്നാണ്. ഇതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന മിമ്മൻ ഖദ്ദമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ മുസ്ദലിഫ, മുസ്ദലിഫയിൽ രാപ്പാർക്കുന്ന അന്ന് അർദ്ധരാത്രിക്ക് ശേഷം പോകാൻ അള്ളാഹുവിൻ്റെ റസൂൽ അനുമതി തന്ന ആൾക്കാരിൽപ്പെട്ട ആളാണ് ഞാൻ, ബലഹീനരായ സ്ത്രീകളും കുട്ടികളുമുള്ള ആളുകളുടെ കൂടെ എന്നാണ്. ചന്ദ്രൻ അസ്തമിച്ച ശേഷം അർദ്ധരാത്രിക്ക് ശേഷമാണ് പോകേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, സൗദ ബിൻത് സഅമ റസൂലുള്ളാഹിയുടെ ഭാര്യ, അവർ കുറച്ച് തടി ഉള്ള ഒരു സ്ത്രീ ആയിരുന്നു, മഹദിയായിരുന്നു. അവർ അർദ്ധരാത്രിക്ക് പോകുവാൻ റസൂലുള്ളാഹി അനുവാദം കൊടുത്തു എന്നാണ്. അതേപോലെ തന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അർദ്ധരാത്രിക്ക് ശേഷം പുറപ്പെട്ടു എന്നാണ്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അതേപോലെ അർദ്ധരാത്രിക്ക് ശേഷം മുസ്ദലിഫയിൽ നിന്ന് പുറപ്പെട്ടു. ചുരുക്കത്തിൽ ആ ഹദീസുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും രോഗികളുമായ ആളുകൾക്ക് മിനായിൽ ഒരല്പനേരം വിശ്രമിച്ച ശേഷം അർദ്ധരാത്രിയായി കഴിഞ്ഞാൽ, ചന്ദ്രൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഇനി അവർക്ക് പോകാനുള്ള ജംറയിലെറിയുക എന്ന് പറയുന്ന മിനായിലേക്ക്, ജംറത്തുൽ അഖബയിലേക്ക് പോകാം. അപ്പോഴൊക്കെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേ ആയിരിക്കണം പോകേണ്ടത് എന്നാണ്. എന്നാൽ മറ്റുള്ള ആളുകൾ മുസ്ദലിഫയിൽ രാപ്പാർക്കുന്ന ആൾ ഹജ്ജിൻ്റെ വാജിബാത്തുകൾപ്പെട്ടതാണ്. അവിടെ രാപ്പാർക്കും സുബിഹയായി കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ടത് വളരെ പെട്ടെന്ന് തന്നെ സുബഹി നമസ്കരിക്കുക എന്നാണ്. മാ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ല സ്വലാത്തൻ ലിഗൈരി മീഖാതിഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊതുവെ നമസ്കാരങ്ങൾ അല്പം വൈകിപ്പിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഇശാ നമസ്കാരം പോലുള്ള നമസ്കാരങ്ങളൊക്കെ. എന്നാൽ മുസ്ദലിഫയിൽ രാപ്പാർക്കുന്ന അന്നത്തെ സുബഹി നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പെട്ടെന്ന് തന്നെ നമസ്കരിക്കുകയുണ്ടായി എന്നാണ്. അങ്ങനെ സുബഹി നമസ്കരിച്ചു. സൂര്യൻ നന്നായി വെളുക്കുന്നത് വരെ മുസ്ദലിഫയിലെ മഷ്അറുൽ ഹറാം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി പറഞ്ഞു, വഖഫ്തു ഹാഹുന വജംഉ കുല്ലുഹാ മൗഖിഫ്, ഞാൻ നിന്നത് ഇവിടെയാണ്, എന്നാൽ ജംഅ് മുഴുവൻ മുസ്ദലിഫയിലെ ആ സ്ഥലം, അവിടെയൊക്കെ ജംഅ് നിൽക്കുവാനുള്ള സ്ഥലമാണ്. ലക്ഷോപലക്ഷം റസൂലുള്ളാഹി നിന്നോടത്ത് തന്നെ നിൽക്കണം എന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ പ്രയാസമാണ്. അതുകൊണ്ട് വിശാലമായ സ്ഥലത്ത് എവിടെയും നിൽക്കാം, റബ്ബിനോട് പ്രാർത്ഥിക്കാമെന്നാണ്. കൈകൾ ഉയർത്തി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക സൂര്യൻ ഉദിക്കുന്ന സമയം വരെ. മഹാനായ അംർ ഇബ്നു മൈമൂൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജംഇൽ വെച്ച്, ജം എന്ന് പറയും മുസ്ദലിഫയിൽ വെച്ച്, മഷ്അൽ ഹറാമിൽ വെച്ച് സുബഹി നമസ്കരിച്ചു. എന്നിട്ട് അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. മുശ്രിക്കുകൾ അവരുടെ ജാഹിലിയത്തിൽ ഹജ്ജ് ചെയ്യുന്ന വേളയിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ മുസ്ദലിഫയിൽ നിന്ന് പുറപ്പെടാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നേരെ വിപരീതമായി സൂര്യൻ ഉദിക്കുന്നത് വരെ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു എന്നാണ്. കഴിയുമെങ്കിൽ അന്ന് മിനായിൽ എറിയേണ്ട ജംറത്തുൽ അഖബയിൽ എറിയേണ്ട 7 കല്ലുകൾ, ആ കല്ലുകൾ അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ പെറുക്കിയെടുക്കാവുന്നതാകുന്നു എന്നാണ്. റസൂലുള്ളാഹി മഹാനായ ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പിന്നീട് അങ്ങോട്ട് പ്രവാചകൻ്റെ വാഹനത്തിൽ പിന്നിൽ സഞ്ചരിച്ച വ്യക്തിത്വമാണ്. ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗദാത്തുൽ അഖബ, ദുൽഹജ്ജ് 10 അന്ന് സുബ്ഹി നമസ്കാര ശേഷം, ബലിപെരുന്നാളിൻ്റെ ദിവസമാണല്ലോ, റസൂൽ എന്നോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? റസൂൽ എന്നോട് പറഞ്ഞു, ഹാത്തിൽ ഇൽഖിത് ലി ഹസ, എനിക്ക്
കല്ലുകൾ എടുത്തുകൊണ്ടാണ്. 7 കല്ലുകളാണ്. അങ്ങനെ റസൂലുള്ളാഹിക്ക് ഞാൻ 7 കല്ലുകൾ എടുത്തു കൊടുത്തു എന്നാണ്. ചില ആളുകൾ ഈ ദിവസവും അയ്യാമു തശ്രീഖിൻ്റെ 3 ദിവസമൊക്കെ ജംറയിൽ എറിയാൻ വേണ്ടി അവിടെ നിന്ന് തന്നെ എല്ലാ കല്ലും പെറുക്കി കഴുകി വരാറുണ്ട്. അതല്ല, അന്നത്തേക്കുള്ള 7 കല്ലുകൾ പെറുക്കിയാൽ മതി, അത് കഴുകുക, തുടക്കുക, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ ആ കല്ലെടുത്ത് എന്നിട്ട് പറഞ്ഞു, ബി അംസാരിഹ ഉലൈ ഫർമു, ഒരു കടലമണിയുടെ വലിപ്പമേ ഉള്ളൂ, ഇതുപോലുള്ള കല്ലുകൾ കൊണ്ടാണ് നിങ്ങൾ എറിയേണ്ടത്. വലിയ കല്ല് ശൈത്താൻ എറിയുക എന്ന ക്രോധത്തോടും ദേഷ്യത്തോടും കൂടി ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി എറിയുന്ന ഒന്നല്ല ജംറയിലേക്ക് എറിയേണ്ടത്. ചെറിയ കല്ലുകളാണ്, വലിയ കല്ലുകളല്ല. വയ്യാക്കും വൽ ഖുലുവ ഫിദ്ദീൻ, മതത്തിലുള്ള തീവ്രത നിങ്ങൾ സൂക്ഷിക്കണേ, മുൻഗാമികളൊക്കെ നശിക്കുവാൻ കാരണം മതത്തിലുള്ള തീവ്രതയാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കല്ലെടുക്കുമ്പോൾ വരെ അവരോട് പറഞ്ഞു എന്നാണ്. അങ്ങനെ കല്ലും എടുത്തുകൊണ്ട് പിന്നീട് ദുൽഹജ്ജ് 10 അന്ന് നമ്മൾ ജംറയിൽ കല്ലെറിയുവാൻ വേണ്ടി ജംറത്തുൽ അഖബയിലേക്ക് പോവുകയാണ്. ആ യാത്രയിൽ വാദി മുഹസ്സിർ, അബ്രഹത്തിൻ്റെ ആനപ്പടയെ തടഞ്ഞു വെച്ച വാദി മുഹസ്സിറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അല്പം ധൃതിയിൽ നടക്കൽ നല്ലതാണ്. പക്ഷേ ഇന്ന് നമ്മൾ പോകുമ്പോൾ ഏതാണ് ആ സ്ഥലമെന്നോ ഒരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ അതൊന്നും അറിയുവാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. എന്നാലും ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട വിഷയം എന്നുള്ള നിലക്ക് ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ ദുൽഹജ്ജ് 10 ബലിപെരുന്നാളിൻ്റെ ദിനത്തിലാണ്. ഈ ദിവസത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ അത് പറയുവാനും മനസ്സിലാക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാട്ടെ.